നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് കോഴിക്കോട് വലിയ ഖാസി. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണികൾ സജീവം. പെരുന്നാളിന്റെ അവസാനഘട്ട ഒരുക്കത്തിൽ. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് എരവത്തുകുന്ന് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസത്തെ വ്രതത്തിലൂടെ നേടിയ ആത്മചൈതന്യം ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണമെന്ന് കോഴിക്കോട് വലിയ ഖാസി റംസാൻ സന്ദേശത്തിൽ പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാ വിശ്വാസികൾക്കും ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യവും തഖ്വയും ജീവിതത്തിലുടനീളം പകർത്താൻ ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട്. പരസ്പരം ഐക്യത്തോടുകൂടെയും സഹകരണത്തോടുകൂടെയും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുക. ഈദുൽ ഫിത്തർ ആഘോഷം ഇസ്ലാമികമായിരിക്കണം. ഓരോ വിശ്വാസിയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുക. നാഥൻ തുണക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണികൾ സജീവമായി. മഴയെ തഴഞ്ഞും പെരുന്നാളിന്റെ അവസാനഘട്ട ഒരുക്കത്തിനായി എത്തുന്നവരുടെ വൻ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. ഒരു മാസക്കാലത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിന് കൂടുതൽ മധുരം പകരാനായി ചെറിയ പെരുന്നാൾ വന്നെത്തിക്കഴിഞ്ഞു. നാടും നഗരവും ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 30 ദിവസത്തെ നോൽബിന് ശേഷം തക്ബീർ വിളികൾ മുഴങ്ങുമ്പോൾ പള്ളികളിലേക്ക് പോകുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു വേണം പള്ളികളിൽ പോകാൻ. വസ്ത്രവിപണികളെല്ലാം തന്നെ സജീവമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഇത്തവണ കൂടുതൽ വിപണികൾ പ്രാധാന്യം നൽകുന്നത്. വിവിധ തരം ഫാഷനുകളിലെ പുത്തൻ ഫാഷനുകളാണ് ഓരോരുത്തർക്കും ആവശ്യം. പാകിസ്ഥാനി സൽവാർസാണ് കൂടുതൽ പേർ ചോദിച്ചെത്തുന്നത്. ജീൻസ്, ടോപ്പുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ഷർട്ടുകൾ, ബെൽറ്റുകൾ, ഷൂ തുടങ്ങിയവ പർച്ചേസ് ചെയ്യുന്ന അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. മൈലാഞ്ചി വിപണിയും സജീവമാണ്. ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് കോഴിക്കോട് മിഠായി തെരുവിലെത്തുന്നത്. ഇടയ്ക്കു വരുന്ന മഴയെ വകവയ്ക്കാതെയാണ് പെരുന്നാൾ വിപണികൾ കൊഴുക്കുന്നത്. മഴ കടുത്തോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് എരവത്തുമീത്തൽ പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞു വീണ പ്രദേശത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എരവത്തുകുന്ന് VK കൃഷ്ണമേനോൻ സ്മൃതിവനത്തിന്റെ ഭാഗമായുള്ള സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് എരവത്തുമീത്തൽ പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്നത്. സ്മൃതിവനത്തിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് വീടുകളുണ്ട്. എന്നാൽ താഴ്ന്ന ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഭീഷണിയുള്ളത്. എരവത്തുമീത്തൽ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്തു. എന്നാൽ ഈ മണ്ണ് നീക്കം ചെയ്തത് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് ഈ മണ്ണ് ഇടിഞ്ഞതെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ ഇടിയലില്ല. ഇടിഞ്ഞതിന് ശേഷം ആരോ വാരിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മണ്ണ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇനിയും കൂടുതൽ ഇടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ല രീതി, അതായത് ഒന്നുകിൽ പുല്ല് വെച്ചെടുപ്പിക്കുക, കരിങ്കല്ലിട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് വരും. നമ്മൾ ഉദ്ദേശിക്കില്ല. ഒന്നുകിൽ ചരിച്ചെടുത്തിട്ട് അതിനെന്താ ഒരു പ്രായോഗിക മാർഗം കാണുക. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു ജലസംഭരണി ഉണ്ട്. മറ്റേത് ജലസംഭരണി പറഞ്ഞാൽ മഴവെള്ള സംഭരണിയിൽ വെള്ളം ഇനിയിപ്പോൾ ഓവറായാലും ഇതിങ്ങനെ ക്രമേണ പോവുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടായി പോകുന്ന അഭിപ്രായപ്പെടാനുള്ളത്. ഈ ഇടിഞ്ഞു പോയാൽ അത് ഞാനൊരു VK കൃഷ്ണമേനോൻ സ്മൃതിവനം പ്രവർത്തകനാണ്. അപ്പോൾ ഇത് കണ്ണിലെണ്ണമാതിരി കൃഷ്ണമണിമാതിരി കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം. ഇതിങ്ങനെ ഇടിഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വേദനാജനകമാണ് ആ കാര്യം. മണ്ണിടിച്ചിൽ തടയാനുള്ള ശാശ്വത പരിഹാരവും സ്മൃതിവനത്തിന്റെ സംരക്ഷണവുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. BJP ബേപ്പൂർ മേഖലാ സമ്മേളനം നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീകൃഷ്ണൻ മാസ്റ്ററാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. AK നസീർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. BJP ബേപ്പൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീകൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
അഡ്വക്കേറ്റ് AK നസീർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നരേന്ദ്രമോദിയോ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ശതമാനം കേവലം 6.4% 13 വർഷക്കാലം കൊണ്ട് ഗുജറാത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ 14% സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. BJP പറയുന്നതല്ല, കോൺഗ്രസിന്റെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്ന കാര്യമാണ്. 3 പതിറ്റാണ്ട് പിന്നിട്ട പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ പാർട്ടികൾ ഭരിക്കുന്നു. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഇവിടുത്തെ സഹാക്കൾ പറയുന്നു, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന്. BJPയോ സംഘപരിവാറുകളോ ഇവിടെ നടത്തുന്ന കലാപങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഇവിടുത്തെ സഹാക്കൾ ഒന്ന് മനസ്സിലാക്കാൻ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 28% മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ സർക്കാർ ജോലിയിൽ കേവലം 4.2% മാത്രമാണ് എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത സിനിമാ താരം മാമുക്കോയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് C പത്മനാഭൻ, മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥൻ, K ശ്രീജിത്ത്, M ഹരിദാസൻ, രഗീഷ്, രമ്യ മുരളി, അനുരാഗ്, K മുരളി, KK ബൈജു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PC രാധാകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് PC രാധാകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് B ശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീധരൻ ചെന്നഞ്ചേരി അധ്യക്ഷത വഹിച്ചു. KP അനിൽകുമാർ, A അരവിന്ദൻ, KV സുബ്രഹ്മണ്യൻ, VT സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. 5 വർഷക്കാലം ത്യാഗത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, കഷ്ടപ്പാടുകളുടെ കാലങ്ങളായിരിക്കും. റേഷൻ വിഹിതത്തിൽ കുറവ് വരുത്തുന്നു. ജീവിതത്തിന്റെ മുഴുവൻ വൈതരണികളിലും BJPയുടെ ഗവൺമെന്റ് കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും DKTF-ഉം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ നിങ്ങൾ ഉണ്ടാകണം. അതിന് ശ്രീ രാധാകൃഷ്ണന്റെ സമരോജ്വലമായ ജീവിത പാരമ്പര്യം നിങ്ങൾക്കും എനിക്കും പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് PM താജ് അനുസ്മരണ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. സംവിധായകൻ KP സുനിലൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PM താജ് അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരികോത്സവത്തിലാണ് ഹ്രസ്വചിത്ര സിനിമാ പ്രദർശനം ഒരുക്കിയത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഹേമന്ത് കുമാറിന്റെ അധ്യക്ഷതയിൽ സംവിധായകൻ KP സുനിൽ നിർവഹിച്ചു. സിനിമ അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായ പ്രവർത്തന മേഖലയായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം അതിനോട് പലപ്പോഴും പൊരുത്തപ്പെടാനാവാതെ പല സിനിമകളും നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരികയും നാടകരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ സിനിമയിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം അദ്ദേഹം സിനിമയിൽ ചെന്നുപെട്ട സിനിമാ പ്രസ്ഥാനങ്ങൾ താജിനെ മനസ്സിലാക്കാൻ, താജ് എന്ന എഴുത്തുകാരനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം, ഒരു മേഖലയായിരുന്നു സിനിമാ മേഖലയിൽ അദ്ദേഹം എത്തിപ്പെട്ട ചില കേന്ദ്രങ്ങൾ. മുഹമ്മദ് പന്നിയങ്കരുടെ അൽക്വിസ് പ്രവാസി, പ്രദീപ് ഗോപാലിന്റെ ബ്ലഡ് ലസ്റ്റ്, യദുരാജ് സജിത് കുരുക്കത്തൂരിന്റെ ലോസ്റ്റ് ഗ്രീൻ, യദി കാവിലിന്റെ പ്രിൻസ് ഓഫ് ആഗ്ര, ഹരിപ്രസാദ് സിയുടെ ഷാഡോ, അബിയുടെ സോ, തീർത്ത പിപിയുടെ തോരാമഴ, അമൽ മാത്യുവിന്റെ വൻ ബിഗ് ഷോ ഡ്രോൺ എന്നീ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. ഭീമ ഭട്ടരുടെ 110ാം ജന്മദിനാഘോഷ പരിപാടികൾ കുതിരവട്ടം ദേശഭൂഷണി ലൈബ്രറി ഹാളിൽ നടന്നു. മുൻമന്ത്രി M കമലം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുതിരവട്ടം ദേശഭൂഷണി വായനശാലയിൽ വെച്ചായിരുന്നു ഭീമ ഭട്ടരുടെ 110ാമത് ജന്മവാർഷികം ആഘോഷിച്ചത്. B ഗിരിരാജൻ പരിപാടി അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി M കമലം പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും വിതരണം നടത്തി. രാമോഹൻ കമ്പത്ത്, രഘുനാഥ്, ശ്രുതി കൃഷ്ണ, പ്രകാശൻ, സുരേന്ദ്രറാവു, വാർഡ് കൌൺസിലർമാരായ ചേമ്പിൽ വിവേകാനന്ദൻ, പത്മജ തുടങ്ങിയവർ സംബന്ധിച്ചു. വിരാതമായിട്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് പോലും ഇവിടെ അവർക്ക് പഠനം പോലുള്ള കൊടുക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനം
ലൈബ്രറി, അതൊരു ഒരു സഹായമുണ്ട്. ഇതൊക്കെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പഠിക്കാൻ വായിക്കാൻ ആൾക്കാർ കൂടുതൽ, ഇപ്പോഴത്തെ വായിക്കാനുള്ള ആൾക്കാരെല്ലാം വീടും മോശമായില്ലായിരിക്കും. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സ്റ്റാർ ഹെൽത്ത് ആൻഡ് എലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പാരാമൗണ്ട് ടവറിൽ നടന്ന പരിപാടിയിൽ സ്റ്റാർ ഹെൽത്ത് ഏരിയ മാനേജർ റോബി വി മാത്യു അധ്യക്ഷത വഹിച്ചു. സീനിയർ ബ്രാഞ്ച് മാനേജർ PT ഫൈസൽ, ജയപ്രകാശ്, PR നാഥൻ, മാമുകോയ, കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി, വിനോദ് കോവൂർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. അരങ്ങ് കേരളീയ കലാസ്വാദക കളരിയുടെ ആഭിമുഖ്യത്തിൽ കഥകളി ആസ്വാദന കളരി സംഘടിപ്പിച്ചു. കഥകളി കലാകാരൻ RLV പ്രമോദ് കീചകവധം അവതരിപ്പിച്ചു. കേരളത്തിന്റെ കഥകളിയെ സാധാരണക്കാരായ മലയാളികൾ മറന്നു തുടങ്ങിയിരുന്നു. എന്നാൽ കഥകളി എന്ന വശ്യകലാരൂപത്തിന് ഉണർവ് നൽകുകയാണ് അരങ്ങ് കേരളീയ കലാസ്വാദന കളരി. കൃഷ്ണകുമാർ, VV രാജ, ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കഥകളി ആസ്വാദന ക്ലാസ് സംഘടിപ്പിച്ചത്. RLV പ്രമോദ് ഇരിയമ്മൻ തമ്പിയുടെ കീചകവധം വിവിധ ഭാഗങ്ങളായി അവതരിപ്പിക്കുകയും തുടർന്ന് ഓരോ ഭാഗങ്ങളെയും വിവരിക്കുകയും ചെയ്തു. കലാനിലയം ഹരിദാസിന്റെ സംഗീതവും കലാമണ്ഡലം ശിവദാസിന്റെ ചെണ്ടയും മദ്ദളം കലാമണ്ഡലം വൈശാഖിന്റേതുമായിരുന്നു. തടമ്പാട് താഴം കണ്ണാടിക്കൽ റോഡ് സൃഷ്ടി റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SLC+2 ഉന്നത വിജയികളെ അനുബന്ധിച്ചു. പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. വേങ്ങേരി തടമ്പാട്ടുതാഴം സൃഷ്ടി റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കൌൺസിലർ O സദാശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ മുൻ കോർഡിനേറ്റർ K കൃഷ്ണകുമാരി ആരോഗ്യ സംരക്ഷണവും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് N ഭാസ്കരൻ, അനൂപ് അർജുൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ വീടുകളിലും എത്തിച്ച് അവിടെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ വൃത്തിയാക്കി കഴുകി ആ ബാഗിൽ നിക്ഷേപിച്ചാൽ 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ ഭാരവാഹികൾ വന്ന് കളക്ട് ചെയ്യാനുള്ള ഉറപ്പിന്റെ മേളിലാണ് ഞങ്ങളത് ഓരോ ബാഗും ഓരോ വീടുകളിൽ എത്തിച്ചത്. അതേമാതിരി എല്ലാ പ്രവർത്തനങ്ങളും ഈ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുമെന്ന് ഉറപ്പാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ പ്രദേശത്തെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സൃഷ്ടി റെസിഡൻസ് അസോസിയേഷൻ വളർന്ന് വലുതാകണമെന്ന് മൈലാമ്പാട് റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SLC+2 ഉന്നത വിജയികളെ അനുമോദിക്കലും സൗജന്യ പുസ്തക വിതരണവും നടത്തി. ജില്ലാ ജഡ്ജ് K ബൈജുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൈലാമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് SSLC+2 VHSC പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചത്. പരിപാടിയിൽ പ്രദേശത്തെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തക വിതരണവും നടത്തി. ജില്ലാ ജഡ്ജ് K ബൈജുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൈലാമ്പാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കളത്തുംപടിക്കൽ പ്രേമരാജൻ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ ഏറ്റവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഏറ്റവും വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലെ തിരൂര് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ പരിപാടിയിൽ പങ്കെടുത്തു. IAS കിട്ടിയ 2 ആളുകൾ, IAS പാസ്സായിട്ടുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായ 2 കുട്ടികളും MBBS പാസ്സായ 2 കുട്ടികളും എഞ്ചിനീയറിംഗിന് പാസ്സായ കുട്ടികളും, അങ്ങനെ ആ തിരൂര് സിറ്റിയിലുള്ള എല്ലാ ആളുകളും പാസ്സായിട്ടുള്ള ആളുകളൊക്കെ അനുഭവിച്ച് ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കാരണം അവർ IAS എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിലേക്ക് പോണ ആളുകളാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഇതേപോലെ IAS കിട്ടി സിവിൽ സർവീസിൽ പാസ്സായി വലിയ ഉന്നത വിജയം നേടി മിടുക്കന്മാരാണ് ആളുകളാണ് എന്നുള്ളതുകൊണ്ട്. SDBI കൊമ്മേരി ബ്രാഞ്ച് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു. 160ഓളം കുടുംബങ്ങൾക്കാണ് റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കൊമ്മേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തിയത്. പ്രദേശത്തെ 160ഓളം കുടുംബങ്ങൾക്കാണ് റിലീഫ് കിറ്റ് വിതരണം ചെയ്തത്. മുസ്തഫ കൊമ്മേരി, PP നൌഷീർ, NP ആരിഫ്, CT നാസർ, MV സിദ്ദിഖ്, MP നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി.
കപ്പകൽ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. 1170 കുടുംബങ്ങൾക്കാണ് റിലീഫ് കിറ്റുകൾ നൽകിയത്. കൗൺസിലർ AV അവറാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കപ്പക്കൽ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് റിലീഫ് കിറ്റ് വിതരണം നടത്തിയത്. പ്രദേശത്തെ 1170 കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. AV അബ്ദുള്ളക്കോയുടെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ PV അവറാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. റിയാസ് ഫൈസി റംസാൻ സന്ദേശം നൽകി. റമദാനിന്റെ സന്ദേശത്തിനൊരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 29 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മത അനുയായികൾ ഇവിടെയുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതമാണ് സന്ദേശം. കാരണം ആത്യന്തികമായ ഒരു മതഗ്രന്ഥം ഉണ്ടെന്നിരിക്കെ തന്നെ മുസൽമാനായ മനുഷ്യൻ അവന്റെ ജീവിതം യഥാർത്ഥ ആ ജീവിതത്തിന്റെ രൂപം ആ ഗ്രന്ഥത്തിൽ നിന്നും ബാഹ്യമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. സഹോദര സംഘം സെക്രട്ടറി P. ഉമർ, കൗൺസിലർ മുസാഫിർ, TP അസീസ്, പ്രശാന്ത് മാസ്റ്റർ, NV മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് കോഴിക്കോട് വലിയ ഖാസി. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണികൾ സജീവം. പെരുന്നാളിന്റെ അവസാനഘട്ട ഒരുക്കത്തിൽ. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് എരവത്തുകുന്ന് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.